മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദ വിഷയമാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന് കണക്കുകൾ നൽകിയില്ലെന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്രം ഒളിച്ചോടുകയാണെന്നും അമിത്ഷാ കേരളത്തെ അമിത്ഷാ പാർലമെന്റിൽ അപമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതി നിന്നു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകി വിടാനല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിദഗ്ധ സമിതി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിജിൻ വായന്തോടുണ്ട്. വിജിൻ, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൃത്യമായ കണക്ക് നൽകിയില്ലെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരായ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രളയം ഉണ്ടായ സമയത്ത് തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് സർക്കാർ അവഗണിച്ചു എന്ന നിലയിലുള്ള തെറ്റിദ്ധാരണജനകമായ പ്രസ്താവന അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെതിരായ കടുത്ത പ്രതിഷേധവും മുഖ്യമന്ത്രി രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൃത്യമായ കണക്ക് നൽകിയില്ലെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരായ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രളയം ഉണ്ടായ സമയത്ത് തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് സർക്കാർ അവഗണിച്ചു എന്ന നിലയിലുള്ള തെറ്റിദ്ധാരണജനകമായ പ്രസ്താവന അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെതിരായ കടുത്ത പ്രതിഷേധവും മുഖ്യമന്ത്രി രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. SDRF ഫണ്ട് കേരളത്തിൽ മുഴുവനായും പല ദുരന്തങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അത് വയനാടിന് മാത്രമായി പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയില്ല. മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതിലെ കണക്ക് കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം നൽകാൻ തയ്യാറാണെന്ന് സർക്കാർ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പക്ഷേ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും കണക്ക് ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി കാണുന്നത്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിലുള്ള നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നിലപാട് സർക്കാർ നിലപാട് തന്നെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു കമ്മിറ്റിയെ വെച്ചാണ് സർക്കാർ ഇത് പരിശോധിക്കാൻ തയ്യാറായത്. ആ കമ്മിറ്റി നിയമോപദേശത്തിന് കൂടി അടിസ്ഥാനത്തിലാണ് കരാറിൽ നിന്ന് പിന്മാറാൻ ടീകോമിനെ ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് കടന്നത്. ഈ ഭൂമി പൂർണ്ണമായും തിരിച്ചെടുക്കുന്ന ഭൂമി സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ IT വികസനത്തിനായി ഉപയോഗപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇവിടെ ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത് സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നും നിന്നു പോവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക, അങ്ങനെയൊരു സമീപനമല്ല സർക്കാരിനുള്ളത്. ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ്. ടീകോമിന് സംസ്ഥാന സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് നഷ്ടപരിഹാരമല്ല. അതിനെ നഷ്ടപരിഹാരമായി കാണാൻ കഴിയില്ല. ഓഹരി തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത് എന്ന കാര്യവും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ കാര്യത്തിലെ വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ വിരാമമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായ സർക്കാർ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ ഒക്കെയും സ്വീകരിക്കുകയും ചെയ്തത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൃത്യമായ കണക്ക് നൽകിയില്ലെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരായ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രളയം ഉണ്ടായ സമയത്ത് തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് സർക്കാർ അവഗണിച്ചു എന്ന നിലയിലുള്ള തെറ്റിദ്ധാരണജനകമായ പ്രസ്താവന അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെതിരായ കടുത്ത പ്രതിഷേധവും മുഖ്യമന്ത്രി രേഖപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്.
SDRF ഫണ്ട് കേരളത്തിൽ മുഴുവനായും പല ദുരന്തങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അത് വയനാടിന് മാത്രമായി പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയില്ല. മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതിലെ കണക്ക് കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം നൽകാൻ തയ്യാറാണെന്ന് സർക്കാർ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പക്ഷേ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും കണക്ക് ശേഖരിക്കേണ്ടതുണ്ട്. വിജിനാണ് വിശദാംശങ്ങൾ നൽകിയത്.